പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും
കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയുന്നത് സ്വന്തം എന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവമായിട്ട് എടുക്കും, അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഓരോ ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും ഫലത്തിൽ. സങ്കീർത്തനം 118:8-9 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ ഭരിക്കാതെ വരണത്. അതായത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കി പറയും. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ഭൂമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇതേക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇവിടുത്തെ ഒരു പത്രം, കോട്ടയത്തെ ഒരു സ്കാനിങ് സെൻറ്ററിൽ നിന്ന് ലഭിച്ച പത്രത്തിലൂടെയാണ്. എൻ്റെ പേര് രാജേഷ് ജോസഫ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ ആയാങ്കുടി എന്ന സ്ഥലത്താണ്. ഇതെൻ്റെ ഭാര്യ സിന്ധു ജെയിംസ്, അത് അനുജത്തി സിനി ജെയിംസ്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം എൻ്റെ ഉടമ്പടി കാലാവധി പൂർത്തിയായതിനു ശേഷം എനിക്കത് തുടരാൻ സാധിച്ചില്ല. 2020 എൻ്റെ ഭാര്യ വീണ്ടും ഉടമ്പടി എടുത്തു. 2024 ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കാലിൽ ഒരു നീര് വരികയും റെഡ്നെസ് ഉണ്ടാവുകയും ചെയ്തു. അതിന് പ്രകാരം ഞാനിവിടെ നാട്ടിൽ വന്നു. അത് സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് കരുതി ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഫിസിഷ്യനെ കാണണമെന്ന്. ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് യൂറിൻ ടെസ്റ്റും ചെയ്യാൻ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം കൂടുതലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ
അദ്ദേഹം കുറച്ച് ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. നെഫ്രോളജിസ്റ്റ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞു. ആ ടെസ്റ്റെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ഞാൻ ഭക്ഷണത്തിന് മുമ്പ് 366 ഭക്ഷണം കഴിച്ചതിന് ശേഷം 577 അതുപോലെ തന്നെ എൻ്റെ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കൂടുതലായിരുന്നു. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് എന്നാണ്. അത് കേട്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അത് കാരണം അപ്പോൾ നിരാശയായി ഒത്തിരി, എനിക്ക് ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണ് ഞങ്ങൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കാണണം നിങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അതിനു മുമ്പ് എൻഡോക്രിനോളജിസ്റ്റിനെ ഞങ്ങൾ കാണാൻ പോകുന്നൊരു ബുധനാഴ്ചയാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. ആ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിലെല്ലാം അച്ഛൻ ബ്ലെസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി. അത് ബുധനാഴ്ച ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ എൻഡോക്രിനോളജിസ്റ്റിനെ കാണാൻ പോയി. അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു 5th സെഞ്ച്വറി അടിച്ചെന്നോ. അദ്ദേഹം പറഞ്ഞു 500-ന് മുകളിലാണ് നിങ്ങളുടെ ഷുഗർ ടെസ്റ്റ്. എന്നാലും അദ്ദേഹം പറഞ്ഞതൊന്നും ഒരു കുഴപ്പമില്ല, സാരമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരാഴ്ചത്തെ മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ച ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ടെസ്റ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇതിൻ്റെ ഷുഗർ ലെവലെല്ലാം നോർമലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കാരിത്താസിൽ തന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടു. നെഫ്രോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് ഇതിൽ ഒരു പ്രശ്നവും കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് നിങ്ങളൊരു 24 hours യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 24 hours കളക്ട് ചെയ്ത യൂറിൻ ടെസ്റ്റ് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യിച്ചു. അതിനുശേഷം ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു ഞാനിതിലൊരു കുഴപ്പവും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു ചിരിക്കാൻ പോലും സാധിച്ചത്. കാരണം ഞാനാകെ അങ്ങോട്ട് എന്താണ് പറഞ്ഞത്, ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് എന്ന് കാരണം ഞാൻ നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര നിരാശനായിപ്പോയി. ഡോക്ടർ പറഞ്ഞത് ഇത് തുടക്കമാണ്, ഇത് നിങ്ങൾക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ. അപ്പോൾ അവിടുത്തെ കാരിത്താസിൽ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലാണ്, ഒന്നും പേടിക്കാനില്ല. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയത്. എൻ്റെ ഇടത്ത് ചെസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അറിയാതെ പിടിച്ചു നോക്കി, അവിടെ ഭയങ്കര ഒരു വേദന. അപ്പോൾ വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ഭാര്യയോടൊന്നും പറഞ്ഞില്ല. ഞാനത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തനിയെ ഇവിടെ വന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം എനിക്ക് അവിടെ അങ്ങനെ ഒരു മുഴയേ ഇല്ല. അപ്പോൾ അതിനും പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഭവനമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങുവാനും പിന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ 95% പണി പൂർത്തിയാക്കാനും ഞങ്ങൾക്ക് ലോണൊന്നും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവസാനം ഞങ്ങൾക്ക് കുറച്ച് ലോൺ എടുക്കേണ്ടതായിട്ട് വന്നു സാമ്പത്തികമാണ്. ആ സാമ്പത്തികം ഉണ്ടായത് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എനിക്ക് പുതിയ പ്രൊജക്റ്റുകൾ എൻ്റെ ജോലിയെ കൂടാതെ ഈ കൺസൾട്ടൻസീസ് സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ കൺസൾട്ടൻസി വർക്കുകൾ കിട്ടാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങി. അതുമാത്രമല്ല ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ മുടങ്ങിപ്പോയ ഉടമ്പടി ഞാൻ പുതുക്കി. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും അവിടെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ പേര് സിന്ധു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതാണ്. അതിനുശേഷം 2019 എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തെങ്കിലും അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ പുതിയതെടുക്കും ചെയ്തേ 2020. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി തന്നെയായിരുന്നു. 2024 എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനൊരു അസുഖം എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല, എനിക്കൊരു ജോലിയില്ല. ജീവിത പങ്കാളിയുടെ വരുമാന മാർഗം കൊണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്.
മാതാവേ ഒരു തീരാരോഗ്യമാക്കലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എൻ്റെ ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിന് 1 വയസ്സായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തത്. അതിന് ശേഷമാണ് ഞങ്ങൾ ആ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയത്. അപ്പോഴാണ് എല്ലാം നോർമലായി കിട്ടി. ഞങ്ങൾക്ക് പറയാനായിട്ട് അന്ന് സാധിച്ചില്ല. കാരണം ഞാൻ എൻ്റെ അനിയത്തിയുടെ ഒരു നിയോഗം കൂടെ വെച്ചായിരുന്നു. കൂടാതെ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് പറയുന്ന കരുതിയാണ് താമസിച്ചു പോയത്. അതിന് പരിശുദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. കൂടാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആ കാര്യം മറന്നുപോയി, നിയോഗത്തിൽ വെച്ച കാര്യം ഞാൻ മറന്നുപോയി. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ഓർത്ത് എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് പീരിയഡ്സ് ഇടവിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാ മാസവും എനിക്ക് വരുമായിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റ് സ്കാനിങ്ങിലാണ് എനിക്ക് ഓവറിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല. അത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മൂന്നാമത്തെ കുഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. അതായത് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പോളിസിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ കുഞ്ഞുണ്ടായി. 5 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായത്. അപ്പോൾ ഈ സ്ഥലമില്ലാത്തതിന് പേരിൽ ജോസഫച്ചനെ കണ്ടപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഞാൻ അച്ഛനോട് ചാടി പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു മൂന്നാമതൊരു കുഞ്ഞു വേണം. ആദ്യത്തെ കുഞ്ഞിങ്ങനെ താമസിച്ചാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഒരു ഡിസംബറിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബൈബിൾ വായിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ എന്നാലും എൻ്റെ ജീവിതപങ്കാളി നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയി രോഗി സന്ദർശനത്തിന് പോവും, ഓൾഡ് ഏജ് ഹോമിൽ പോവും, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് വരുന്നു. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഉടമ്പടി നിർത്തിയാൽ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഇത് തീരുമാനിച്ച സമയത്ത് ഞാനൊരു ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് 3-4 കുട്ടികളുണ്ടാകുമ്പോഴായിരിക്കും ദൈവം നിങ്ങളോട് ഉടമ്പടി എടുക്കാൻ പറയുന്നത്. നിങ്ങൾ പറയും, അയ്യോ സമയമില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പം ദൈവത്തിന് എളുപ്പമായി, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയാൻ എളുപ്പമായി. അപ്പോൾ എനിക്ക് തോന്നി അത് എന്നോടാണ്. ഞാൻ ആ ഉടമ്പടി തന്നെ പുതുക്കിക്കൊണ്ട് പോയി. ആ സമയത്താണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വരുന്നത്. ജീവിത പങ്കാളി ആകെ മൂഡ് ഓഫ് ആയി. ഞാൻ ഉടമ്പടി തന്നെ ഒന്നും ഞാൻ കരഞ്ഞില്ല. ആ സമയത്തൊന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണം ഇദ്ദേഹം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മാതാവിൻ്റെ രൂപി മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദൈവമേ എൻ്റെ ജീവിത പങ്കാളി തീരെ രോഗിയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിറകണ്ണുകളോടെയാണ് അഖണ്ഡ ജപമാല പങ്കെടുത്തത്. അതിനുശേഷം എല്ലാം നോർമലായി. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ മൂന്നാമത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം 2ാമത്തെ മാസം തൊട്ട് കുഞ്ഞിന് ഭയങ്കര ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിരുന്നു. മുഖമൊക്കെ വെളുത്ത് ആകെപ്പാട് പ്രശ്നം. കൈത്തണ്ടയിലൊക്കെ വെള്ളം, വിരലുകൊണ്ട് നഖം കൊണ്ടാൽ തന്നെ വെള്ളം വരുമായിരുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ മാമോദീസ കഴിഞ്ഞ് ഞങ്ങളിവിടെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. ഞാൻ ആ മൈനൊരവിളക്കിൻ്റെ അവിടെ നിന്ന് ഒരു തുള്ളി തൈലെടുത്ത് കുഞ്ഞിൻ്റെ 2 കൈകളിലും പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി നിയോഗം വെച്ചു. അതെല്ലാം മാറി കിട്ടിയപ്പോൾ ഒരു 99% മാറി. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ അനിയത്തിക്ക് 2ാമതൊരു കുഞ്ഞിനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് അവളും പങ്കെടുത്തിരുന്നു അഖണ്ഡ ജപമാല റാലിയിൽ. 2024 ജപമാല റാലി പങ്കെടുത്തതിന് ശേഷം അവൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അവൾക്ക് അത് പോസിറ്റീവായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും വരും. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരും, കൂടെ അമ്മേനെയും കൂട്ടും. കുഞ്ഞിനെ കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അമ്മേനെയും കൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങും. കൂടാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യണേ, ഡൽഹിക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം അവിടെ എല്ലാം വിതരണം ചെയ്യും. കൂടാതെ ഞാൻ എല്ലാ മാസവും ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവും. ഞങ്ങൾക്ക് ഉള്ളത് വെച്ച് ഞാൻ എല്ലാ മാസവും ഞാൻ വിതരണം ചെയ്യും. ഹോസ്പിറ്റലുകളിൽ പോയി ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുക്കും. എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആരെങ്കിലും കാണുവാണെങ്കിൽ, വഴിയേരിയിലൊക്കെ ഇരിക്കുന്നവരെ കാണുവാണെങ്കിൽ ഞാൻ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ പൈസ ഞാൻ കൊടുക്കും. പിന്നെ കൂടാതെ ഞാൻ പത്രം വാങ്ങിച്ച് ഞങ്ങൾ വീടുകളിൽ കൂടെ കയറി തന്നെയാണ് കൊടുക്കുന്നത്. പള്ളികളിൽ ഒരിക്കലും വിതരണം ചെയ്തിട്ടില്ല. വീടുകളിൽ കൂടെ തന്നെയാണ് കൊണ്ട് വിതരണം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോ തന്നിട്ടും. കൂടാതെ സാക്ഷ്യം പറയുന്ന നേർന്നതിൻ്റെ പേരിൽ അതിലും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സിസ്റ്ററോട് പറയാൻ വിട്ടുപോയി. ഒരു സാക്ഷ്യം ഞാൻ പറയാമോ. എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ, 2ാമത്തെ മോളുടെ തൊണ്ടയിൽ ഒരു മുള്ള് തറഞ്ഞു പോയി. അപ്പോൾ ഞാനും പിള്ളേരും മാത്രം അമ്മയുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച നമുക്കറിയാം കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ ആദ്യം ഉപ്പും തേനും കൊടുത്തു. അത് മാറിയില്ല. ഞാൻ ഒരു പ്രതീക്ഷയാണ് പ്രാർത്ഥന ചൊല്ലി ഞാൻ ആ കവളിലും
തൊണ്ടയിലൊക്കെയായിട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. അത് അവൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം മാറിപ്പോയി. ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേരത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന അതിൻ്റെ പേരിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും ഉടമ്പടിയിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സിനി ജെയിംസ്. ഞാൻ എറണാകുളം ജില്ല പൂയംകുട്ടി ഇടവങ്കമാണ്. ഞാൻ 2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സഹോദരി വഴിയാണ് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ മൂത്ത കുട്ടി, ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് 2.25 വയസ്സായിരുന്നു. അവൾ അധികം സംസാരിച്ച് തുടങ്ങിയില്ല. പപ്പ അമ്മ എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. ഉടമ്പടി തൈലം നാവിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന് ഫലമായി അവൾ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടാമതായിട്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി വെച്ചിരുന്നു. യോഗത്തിൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചിരുന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞ പോലെ ഒരു തവണ വെച്ചാൽ പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞതുപോലെ ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഞാൻ ജവമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ആ മാസം തന്നെ ഞാൻ ക്യാരിങ് ആയി. ഒക്ടോബർ മാസം തന്നെ ക്യാരിങ് ആയി. മാതാവിൻ്റെ മാസത്തിൽ തന്നെ ക്യാരിങ് ആയി. അതിനുശേഷം 16/6/2025 എനിക്കൊരു മോളെ നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യപ്രവർത്തികളും ഞാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 90 ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഈശ്വരൻ മാതാവിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായനയുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. പറ്റുന്ന ഇടദിവസങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും കാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:6. ദൈവം നമുക്ക് നൽകിയ ജീവിതവും അനുഗ്രഹങ്ങളും ഏറ്റവും മികച്ചത് സന്തോഷകരവുമാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും മനോഹരമായ ഭാഗം നമുക്ക് അവകാശമായി ലഭിക്കുമെന്നുള്ളതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കഷ്ടതയായാലും ദുഃഖമായാലും എവിടെയും ധൈര്യവും ഒരു സന്തോഷവും അവർ കണ്ടെത്തും എന്നതാണ് രാജേഷ് എന്ന മകനും സിനി സിൻഡോ എന്ന മകളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ ആശ്രയവും അവിടുന്ന് നൽകുന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങളും യേശുവിലുള്ള നിത്യരക്ഷയുമാണ് അവർ സാക്ഷ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആദ്യം പറഞ്ഞത് രാജേഷിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുടനെ കിഡ്നി ഡിസീസായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ ഭയപ്പെട്ടുവെങ്കിലും പിന്നീട് വിശ്വാസത്തോടെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. തിരിച്ചുപോയി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കിഡ്നിയുടെ ഡിസീസ് ഒന്നും ഇല്ല എന്നാണ് കണ്ടെത്തിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛൻ ആണ് കണ്ടത്. ജോസഫ് അച്ഛന് വലിയ അനുഗ്രഹം ലഭിച്ചതാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അതിൻ്റെ ഒരു പങ്കാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ അച്ഛൻ്റെ ജീവിതത്തിലൂടെ നമുക്കും കൈമാറുന്നത്. അതിൽ ഈ അനുഗ്രഹം ഈ മകന് രോഗസൗഖ്യമായി ഈ മകന് ലഭിക്കുവാൻ സാധിച്ചു. പിന്നെ ചെസ്റ്റിലുണ്ടായിരുന്ന ഒരു മുഴ, അത് ഈ മകൻ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധാമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ഈശോയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരെല്ലാം ഒപ്പിത്തന്ന് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് നമുക്ക് ഈ രോഗസൗഖ്യങ്ങളെല്ലാം ലഭിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ മകളുടെ പ്രശ്നമായിരുന്നു, ബയോലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. വിശ്വാസത്തോടെ നമ്മൾ യാചിക്കുന്ന എന്തും കണ്ണീരോടെ വിലാപത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും ഈശോയും അമ്മയും നമ്മുടെയൊക്കെ തരുന്നതാണ്. അത് നമ്മൾ ഈ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീടുണ്ടായിരുന്ന 10 വർഷം ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഒരു ഭവനം നിർമ്മിക്കുക എന്നൊരു സ്വപ്നം മാത്രമായിരുന്നു. ഇവിടെയും സമയചുരുക്കത്തിൻ്റെ അമ്മ
10 വർഷം പറ്റാത്ത കാര്യമാണ്. ഉടമ്പടി എടുത്ത ഉടനടി ഈ മക്കൾക്ക് ഒരു ഭവനം ഉണ്ടാക്കുവാൻ സാധിച്ചത്. അതും ഈ മകൻ പറഞ്ഞ പോലെ ഇത്രയും വർഷം കൺസൾട്ടൻസി വർക്ക് ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തതിൽ പിന്നെ പെട്ടെന്നാണ് വർക്കിൽ പ്രോഗ്രസ്സായി. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചപ്പോഴാണ് ഈ മകന് ഒരു ഭവനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന ഒരു ഈശോയാണ് ഇവിടെ, ഒരു ദൈവമുണ്ട് നമുക്കിവിടെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ പക്കൽ നിന്ന് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാണ് ഈ ആലയത്തിലുള്ളത്. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ സത്യസന്ധതയോടെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് നയിക്കാം. അമ്മയുടെ ജീവിതത്തിൽ ദൈവമാതാവായി ദൈവം തിരഞ്ഞെടുക്കുമെന്ന് അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അവകാശമാണ്. നമുക്കും ആ അവകാശത്തിൽ പങ്കാളികളാണ്. അമ്മയുടെ ജീവിതത്തിലെ അതിരുകൾ അഥവാ ജീവിത പരിപാടികളെല്ലാം ദൈവഹിതമനുസരിച്ചായിരുന്നു. അതെല്ലാം മനോഹരമായി ദൈവം ക്രമീകരിച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അഭികാമ്യമായ ദാനമാണ് നമുക്ക് മളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. അത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ആ ജീവിതം ഭക്തിയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. പിന്നെ സിൻഡോയുടെ കുടുംബത്തിൽ ഈ മകളുടെ 2 വയസ്സായെങ്കിലും മകൾക്ക് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. ആ മകളും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കൊച്ചുമകൾ സംസാരിക്കാൻ സാധിച്ചത്. പിന്നെ ഒരു 2ാമത്തെ കുട്ടിക്ക് വേണ്ടി 5 വർഷം അവർ കാത്തിരുന്നു. കാരണം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും. ഇപ്പോൾ 1ാമത്തെ കൊച്ചു കഴിഞ്ഞ് 5 വർഷം അവർ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ 2 ചേച്ചിയും അനിയത്തിയും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് 5 വർഷം കഴിഞ്ഞിട്ട് ഈ 2ാമത്തെ കുട്ടി സാൻഡ്ര ഉണ്ടായത്. അതും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് മെറിറ്റില്ലാന്ന് തോന്നുമ്പോഴും 5 വർഷം ഇവർ പല രീതിയിലും ശ്രമിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തുവെങ്കിലും അതൊന്നും ഫലിക്കാതായപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ അരികിലെത്തി പറ്റാത്ത സാധ്യങ്ങൾ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ അസാധ്യമായെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ മെറിറ്റും പോയി കഴിയുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞ് സാൻഡ്ര പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എത്തിയത്. ഈ 2 കുടുംബത്തിനും, രാജേഷിൻ്റെ കുടുംബത്തിനും സിൻഡിസിൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അന്ന റേച്ചൽ. ഞാൻ സെയിൻറ്റ് മേരീസ് കുമ്പളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 7 ഓഗസ്റ്റ് 2025 അതിനു മുമ്പ് തന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നിയോഗങ്ങളിലൊന്നായിരുന്നു ഞാൻ BSc നഴ്സിംഗ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. പഠിക്കാൻ ഒരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു. നഴ്സിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നഴ്സിങ്ങിലേക്ക് കയറിയത്. അതിനകത്തേക്ക് കടന്നപ്പോഴാണ് എനിക്ക് എന്തോരം അതിനകത്ത് പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലായത്. എനിക്ക് അപ്പോഴാണ് ഒത്തിരി തടസ്സങ്ങളും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ക്വിറ്റ് ചെയ്യേണ്ടി വരും എന്ന് വരെ ഞാൻ വീട്ടുകാരും ഞാനൊക്കെ വിചാരിച്ചായിരുന്നു. ആ പ്രതിസന്ധിയുടെ ഇടയിലും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞാൻ അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എനിക്കിത് സാധ്യമാകുമോ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിയുമ്പോൾ ഇതെനിക്ക് പോസിബിൾ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും, എനിക്ക് ജയിക്കാൻ പറ്റുമോ. പക്ഷെ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാം അമ്മ എനിക്ക് നേടിത്തന്നതുപോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അത് സംഭവിച്ചതെന്ന് ഞാൻ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഞാൻ BSc നഴ്സിംഗ് പാസ്സായി. അമ്മയുടെ കൃപയാൽ ഞാൻ വളരെയധികം അത് ഇപ്പോഴും ഏറ്റെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അമ്മയുടെ കൃപയാൽ ഞാൻ BSc നഴ്സിംഗ് പാസ്സായതിന് ശേഷം ഞാൻ പിന്നെ OET എല്ലാവരും ഞാൻ പഠിക്കാൻ കയറിയെങ്കിലും പിന്നെ വിചാരിച്ചു ഞാൻ എന്നാൽ ജോലിക്ക് വേണ്ടി പോകാം, എക്സ്പീരിയൻസിന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ലിസി ഹോസ്പിറ്റലിലാണ് ഞാൻ കയറിയത്. അതിനകത്ത് ഏറ്റവും പാടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് കിട്ടിയത്.
ആസ് എ ഫ്രഷറായിട്ട് കയറുമ്പോൾ ഭയങ്കര ടഫായിരുന്നു എനിക്ക്. കുട്ടികളാണ് ഒന്നാമത്, അത് 1 മാസം 1 ദിവസമൊക്കെ ഉള്ള കുട്ടികൾ കാർഡിയാക്കിൻ്റെ ഇഷ്യൂസായിട്ടൊക്കെ വന്ന് കിടക്കുമ്പോൾ ആദ്യം പേടിയായിരുന്നു. വെന്റിലേറ്റർ, പല പല മെഷീൻസ്, ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പെട്ടെന്ന് പാനിക്കാവുന്നൊരു വ്യക്തിയാണ്. എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ പേടിക്കും, പിന്നെയാണ് ഞാൻ പ്രോസസ്സ് ചെയ്യുള്ളൂ. അങ്ങനെ ഒത്തിരി പേടിച്ചു. അമ്മയുടെ പ്രാർത്ഥിക്കും ഞാൻ. അപ്പോഴും ഞാൻ കൃപാസനത്തിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കാണുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. പിന്നെ ധൈര്യം അങ്ങനെ കിട്ടി. അവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇവരിൽ എനിക്ക് മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ വരുന്ന കുട്ടികളും മാതാപിതാക്കളും ഒത്തിരി തളർന്നു വരുന്നവരാണ്. അവരാദ്യമായിട്ട് കിട്ടുന്ന കുട്ടി ഒരു കാർഡിയാക് കണ്ടീഷനായിട്ട് വരുന്നു. അതെങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള പാരൻസ് ആയിരുന്നു നമ്മുടെ ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാൻ വളരെയധികം അവരെ സമാധാനിപ്പിക്കാനും അവരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാനും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ഞാൻ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ OET വേണ്ടി ട്രൈ ചെയ്തു. അപ്പോഴും എനിക്ക് ജോലിയുടെ ഒപ്പം OET എനിക്ക് പോസിബിൾ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയാവുന്നവർക്ക് എനിക്ക് അറിയാൻ പറ്റും, എനിക്കത് പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചു. ജോലിയുടെ ഒപ്പം തന്നെ OET പഠിച്ചു, എഴുതി, എനിക്ക് കിട്ടി. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും എനിക്ക് ചിന്തിക്കുമ്പോൾ അത് അറിയില്ല. ഞാൻ കാശിരൂപം ഒന്നും കയറ്റാൻ പാടില്ല അകത്ത്. ഞാൻ പക്ഷേ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കയറി. എനിക്ക് OET കിട്ടി. OET കിട്ടിയിട്ട് എനിക്ക് ന്യൂസിലൻഡിലേക്ക് ഉള്ള പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും തടസ്സങ്ങളായിരുന്നു, റിജക്ഷൻസ് ആയിരുന്നു. ഇത് പിന്നെ അങ്ങോട്ട് മുൻപോട്ട് ഭയങ്കര ലാഗ് അടിക്കുന്ന രീതിയിൽ ഇങ്ങനെ റിജക്ഷൻസ് വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക, നിനക്ക് പാലിക്കാൻ പറ്റും. എനിക്ക് ഭയമായിരുന്നു, എനിക്കിത് പാലിക്കാൻ പറ്റുമോ, ഇവിടെ പറയുന്ന രീതികളിൽ പ്രാർത്ഥനകളും ഇതും എൻ്റെ ഡ്യൂട്ടിയും എല്ലാം കൂടി എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുക്കാതിരുന്നത്. അങ്ങനെ ഞാൻ 7-ാം തീയതി ഓഗസ്റ്റ് 2025 ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു. അത് ബാക്കി കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിൽ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൽ വന്നു. അപ്പം തന്നെ അമ്മ പറഞ്ഞു, നീ ഇവിടെ വന്ന് ചവിട്ടി നിൻ്റെ ആ ഒരു നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടി അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പം തന്നെ എനിക്കത് മനസ്സിലായി, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രൊസീജിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയി. അതിൻ്റേതായിട്ട് ഞാൻ തിയറി എക്സാം ഉണ്ടായിരുന്നു, IQN എന്നാണ് എക്സാമിൻ്റെ പേര്. അതും ജോലിയോടൊപ്പം തന്നെ പഠിച്ചു. OET പഠിച്ചപ്പോൾ കിട്ടിയല്ലോ, അപ്പോൾ ഇതും സാധിക്കും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു, ചെയ്തു. അതിനകത്ത് 2 പാർട്ടാണുള്ളത്. പാർട്ട് ഫുള്ള് കാൽക്കുലേഷൻസ് ആണ്, ഫാർമക്കോളജി ആണ്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. അതിനകത്ത് എല്ലാ ചോദ്യവും ഉത്തരങ്ങളും ശരിയാവണമായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എനിക്കത് കിട്ടില്ല, പക്ഷെ ട്രൈ ചെയ്യാം, 3 അറ്റംപ്റ്റേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. അതിനകത്ത് B പാർട്ടും ഇതുപോലെ 108 ചോദ്യങ്ങളിൽ 1/4 നമുക്ക് കിട്ടണം. അത് ഞാൻ കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ചാണ് അമ്മ എനിക്ക് തന്നത്. ഞാൻ A പാർട്ട് പാസ്സായി, B പാർട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോഴെനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദി പറഞ്ഞു മാതാവിന്. അതിനുശേഷം ഞാൻ ജോലി നിർത്തി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യം ഞാൻ B പാർട്ട് അറ്റൻഡ് ചെയ്തതിനേലും ടഫായിരുന്നു എനിക്ക്. ഞാൻ ഓർത്ത് എനിക്ക് കിട്ടില്ല, എന്തായിരിക്കും ഇതിൻ്റെ ഇത് എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ അടുത്തുള്ള പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വിത്തിൻ ½ an hour തന്നെ വരുമായിരുന്നു. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ടെൻഷൻ കാരണം എന്താണ് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മെയിൽ വന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. ആ എക്സാമിന് പോകുമ്പോഴായാലും ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, കാശുരൂപം ഒന്നും പാടില്ല. അവർ ഫുള്ള് ചെക്ക് ചെയ്യും. ഞാൻ ഉടമ്പടി കാശുരൂപം ഉള്ളിൽ ഞാൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ സെക്യൂർ ചെയ്ത് തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കണ്ടുപിടിച്ചില്ല അത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഉള്ളംകൈയിൽ ഞാൻ ഉപ്പും എണ്ണയും കൂടി ചാലിച്ച് തേച്ചിട്ടാണ് പോയത്. അന്ന് ഉള്ളംകൈയിൽ തൈലവും ഉപ്പും
അപ്പോൾ അവരത് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സ്വെറ്റ് ചെയ്തതാന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ നെറ്റിയിൽ ഞാൻ തൈലം പൂശുകയും നിർഗന്ധയിലയിൽ ഞാൻ ഉപ്പിട്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ ഉപ്പ് അവിടെ വെക്കുകയും ഞാൻ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവേ, എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സാക്കി തന്നെയെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നടന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതിനുശേഷം ആ എക്സാം പാസ്സായി കഴിഞ്ഞ് ഇപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി പ്രോസസ്സിങ് സ്മൂത്തായിട്ട് നടക്കുമെന്ന് വിചാരിച്ച് പിന്നെ പോകുന്നതിൻ്റെ രീതിയിൽ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റിലായിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സിക്കാവുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് അസ്വസ്ഥതകളും വയ്യായ്കളും വന്ന ആളാണ് ഞാൻ. ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും വന്നിട്ടില്ല. ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണ ഇതായിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. ഒന്നിടവിട്ട് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട്. അവസാനം എനിക്ക് എവിടെയാണെന്നറിയില്ല, എൻ്റെ മൂക്കിൻ്റെ പാല ഇടിച്ചതെന്ന് എനിക്കറിയില്ല. എവിടെയാണ് ഇടിച്ചത് ഒന്നും അറിയില്ല. പെട്ടെന്നൊരു ദിവസം ഈ മൂക്കിൻ്റെ പാലത്തിന് ഭയങ്കര വേദന, ചുമന്നിരിക്കുന്നു, നീര് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാറിക്കോളും, ഭയങ്കര അലർജിക്കാണ് ഞാൻ. അപ്പോൾ തുമ്മിയതൊക്കെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും നീര് കൂടി, വാ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ നീരായി. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ENT ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവൾക്ക് തൊണ്ടയിൽ എപ്പോഴും ഇങ്ങനെ നീര് വന്ന് കിടക്കണ പോലെ തോന്നാറുണ്ട്, എന്താണെന്നറിയില്ല, ഡോക്ടർ ഇങ്ങനെ പോകാൻ പോവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒന്ന് ഒരു അൾട്രാസൗണ്ട് ചുമ്മാ സ്ക്രീൻ ചെയ്തേക്ക്, എന്തായാലും പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോഴേക്കും ഒരു നൊഡ്യൂൾ പോലെ ഇവിടെ കണ്ടു. അത് കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമമായി. ഇതെന്താണ് ദൈവമേ ഇങ്ങനെ, ഞാൻ ഇത്രയും പെട്ടെന്ന് എനിക്ക് നടക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാം മാതാവ് എനിക്ക് നടത്തി തന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി വന്നപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നു, അച്ഛൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു ഇവിടെ. അത് കഴിഞ്ഞിട്ട് വേറെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ പോയി കണ്ടു. ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ വരുന്ന വേറെ രോഗികളൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടി. പക്ഷേ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു 7-8 മാസം കഴിയുമ്പോൾ വീണ്ടും കൂടി നോക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. ഇന്നിപ്പോൾ ഇവിടെ വരുന്നത് വരെ ഞാൻ തുമ്മൽ നിർത്തിയിട്ടില്ല, അത്ര അലർജിക്കാണ് ഞാൻ. തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ വർത്തമാനം പറയുന്നിടെ ആ സാക്ഷ്യം പറഞ്ഞ് കേൾപ്പിക്കുന്ന സമയം വരെ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്കറിയില്ല ഞാനിപ്പോൾ എങ്ങനെ ഇവിടെ നിൽക്കണേന്ന്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മാതാവ് വഴി നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ഞാൻ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുകൊള്ളുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷിഫ്റ്റൊക്കെ വരുമ്പോഴേക്കും കുർബാന കൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഞായറാഴ്ചയിലെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല. നൈറ്റാണെങ്കിലും ഷിഫ്റ്റ് മാറി വരുന്നെങ്കിലും ഏതെങ്കിലും പള്ളികളിൽ ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലെ കുർബാനകളിലും കുമ്പസാരിക്കും 2 ആഴ്ച ഇടവിട്ടിട്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ ഞാൻ ഞങ്ങളുടെ ICUൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒക്കെ നമ്മൾ പത്രം കൊടുക്കാറുണ്ട്. മാതാവ് നേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്ന് ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾ അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു. ഞാൻ ഒത്തിരി 2018 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. 2019 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഒത്തിരി അനുഗ്രഹങ്ങൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും പരിശുദ്ധ അമ്മേ ദേവമാതാവേ നന്ദി. 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. അന്ന റേച്ചൽ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷിയായി അൾത്താരയിൽ നിൽക്കുന്നത് വലിയ ഒരു അത്ഭുതങ്ങളുടെ സാക്ഷ്യം ഏറ്റുപറയുവാൻ വേണ്ടിയാണ്. അന്ന ഏറ്റുപറയുകയുണ്ടായി. ഞാൻ വളരെ പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ ടിമിഡായി, എനിക്ക് വളരെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
സാക്ഷ്യം പറയാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം അമ്മ തന്നെ പറയണമെന്ന് ഒരല്പം ശാഠ്യം പിടിച്ചപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപയാണ്. അന്നയ്ക്ക് തന്നെ ഈ സാക്ഷ്യം പറയേണ്ടതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന ഈ അൾത്താരയിൽ കയറി നിന്ന് ഈ സാക്ഷ്യം പറയുന്നത്. അന്ന ഈ പറയുന്ന ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നത് മുതൽ അന്ന അനുഭവിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈശോയുടെ വലിയ അനുഗ്രഹവും കൃപയുമെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്നതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അൾത്താരയിലേക്ക് കയറി വരുമ്പോൾ അന്ന പറയുകയായിരുന്നു, ഞാൻ ഒരിക്കലും അലർജി ഇത്രയ്ക്കും അലർജറ്റിക്കാണ്, പക്ഷെ ഞാൻ ഇവിടെ വന്നത് നിമിഷം മുതൽ എനിക്ക് ഒരിക്കലും തുമ്മലുണ്ടായിട്ടില്ല എന്ന് അന്ന ഏറ്റു പറയുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്ന അന്നയ്ക്കിന്ന് ദൈവം ഉയർത്തിയിരിക്കുന്നത് വളരെ വലിയ ഒരു സ്കോർ നൽകിക്കൊണ്ടാണ്, ന്യൂസിലൻഡ് സ്കോർ നൽകിക്കൊണ്ടാണ്. ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് നഴ്സിംഗ് വളരെ വിഷമത്തോടുകൂടി പാസ്സായി. OET പാസ്സാകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് അപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ഈ മകൾക്ക് അനുഭവവേദ്യമാവുകയായിരുന്നു. ഇതൊരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സാക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം പല അമ്മമാരും വന്ന് ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ്, എൻ്റെ മകൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, എൻ്റെ മക്കൾക്ക് കൃത്യമായി ഉടമ്പടി പാലിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ചാലഞ്ചിങ് എക്സാമ്പിളാണ് ഈ അമ്മ, റേച്ചലിൻ്റെ അമ്മ തന്നെ പറഞ്ഞു, നീ തന്നെ മകൾ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. ഒന്നും തന്നെ അസാധ്യമല്ല എന്നുള്ളത്. നാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാം ഓരോരുത്തരുമല്ല നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കും. രാവിലെ എണീക്കുന്നത് മുതൽ നാം 5:30 പ്രാർത്ഥന തുടങ്ങുന്നത് മുതൽ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തി. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷകളും ഉണ്ടാകുമെങ്കിലും അവിടെയെല്ലാം നാം വിജയത്തിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ ഇരുകരങ്ങളും നീട്ടി നിൽക്കുന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. റേച്ചലിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന അതാണ്. റേച്ചൽ പറയുകയുണ്ടായി, പീഡിയാട്രിക് കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി തന്നപ്പോൾ, എനിക്ക് സെർവ് ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് എന്തുമാത്രം ഭയമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു. IQN എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോഴും എങ്ങനെയെല്ലാം പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു, അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗവും എനിക്ക് ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈശോ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരുന്നു. ഇനി എനിക്ക് എവിടെ പോയാലും ഭയപ്പെടേണ്ടതില്ല. കാരണം ഇത്രനാൾ ജീവിച്ച എനിക്ക് ഇനിയും ജീവിക്കാനായി പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന് റേച്ചൽ ഏറ്റുപറയുകയാണ്. വിസ പ്രോസസ്സിങ്ങിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇതൊരു വലിയ പ്രേരണാ സാക്ഷ്യമാണ്. നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ പരീക്ഷണ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വസ്തത മാറ്റുരച്ച് നോക്കുന്നതാണെന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മയ്ക്ക് മാധ്യസ്ഥത്തിനായി വിട്ടുകൊടുക്കാം. ഈശോ നമ്മെ സംരക്ഷിക്കും. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്കിടയിൽ മനുഷ്യരുടെ ഇടയിൽ ഈശോ എന്നൊരു നാമം മാത്രമേ രക്ഷയ്ക്കായുള്ളൂ. ഈശോയുടെ നാമം ഏറ്റുപറയുന്നവരെല്ലാം തന്നെ ഈശോ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നാമം ഏറ്റുപറയും. നമുക്കായി നമ്മുടെ പേരുകൾ അവിടുത്തെ ഉള്ളംകൈയിൽ എഴുതി കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ തലമുടി നാര് പോലും അറിയുന്നത് അവിടുന്ന് അറിയുന്നു എന്ന് നമ്മുടെ പേര്, നമ്മുടെ ജീവിതാവസ്ഥ എല്ലാം ഈശോയ്ക്ക് അറിയാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടിയോടെ റേച്ചലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്കൊരു കയ്യടിയോടെ സമർപ്പിക്കും. ബിപിൻ പീറ്റർ ബാബു, ഞാൻ ചെറുവിൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ചേട്ടൻ തന്നെയാണ്. ചേട്ടന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് ആദ്യമൊന്നും വിശ്വാസമൊന്നുമില്ലായിരുന്നു. ആദ്യമേ ഉടമ്പടി എടുത്താലും ഞാൻ അത് പാലിക്കാറൊന്നുമില്ല. ആദ്യത്തെ 3 മാസം ഞാൻ നല്ലോണം ഉഴപ്പി. എനിക്ക് ഒരു ഫലവും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ നേരത്തെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. എൻ്റെ കൊച്ചിലോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മർച്ചൻ്റ് നേവി കയറണമെന്ന്. പക്ഷേ ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് ഒരു എക്സാമോ ഒരു ഇൻ്റർവ്യൂവോ പോലും പാസ്സാകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഉടമ്പടി നിയോഗം ഞാൻ ശ്രമിച്ച് ഞാനിത് പ്രാർത്ഥിച്ചു. അങ്ങനെ IMECT എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്. ആ എക്സാം ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നൊരു എക്സാമാണ്. ഞാൻ +2 കഴിഞ്ഞിട്ടായാലും അത് അറ്റൻഡ് ചെയ്തു, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയി. ആ സമയത്ത് ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ അവസാനം എൻ്റെ ഏജ് ഓവറായ സമയത്ത് ഞാൻ ഒരു വട്ടം കൂടെ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അറ്റൻഡ് ചെയ്തു. പക്ഷേ
അന്ന് എൻ്റെ പ്ലസ് ടുനുള്ള എല്ലാ ബേസും പോയിട്ടുണ്ടായല്ലോ, എല്ലാ കാര്യവും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ഒരേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് പാസ്സാക്കണം, എനിക്ക് വലിയ റാങ്ക് ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് പാസ്സാക്കി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ 1,00,000 പിള്ളേരിലകത്ത് 13 റാങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റാങ്ക് കുറവായതുകൊണ്ടും ഏജ് ഓവർ ആയതുകൊണ്ടും എനിക്ക് വേറെ കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കോളേജിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനായിട്ട്. അവർ പറഞ്ഞ് എന്നെക്കാളും കുറേ റാങ്ക് കൂടുതലുള്ളവരൊക്കെ പിള്ളേർ മുകളിലുണ്ട്, പക്ഷേ നോക്കാം നമുക്ക്, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനിയും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനിയും ഇവിടുന്ന് വേറൊരിടത്തോട്ട് എന്നെ മാറ്റില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആ കോളേജിൽ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ DNS എന്ന കോഴ്സ് ഞാൻ അവിടെ പൂർത്തിയാക്കി. കോഴ്സിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പ്രതിസന്ധി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഇഫ് എൻ്റെ കൊന്ത ഇടുന്ന പോലെ എനിക്ക് അവർ നിഷേധിച്ചിരുന്നു. പക്ഷേ ഞാൻ അത് എന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ അത് ഇടുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷയെല്ലാം പാസ്സായി, കോഴ്സ് കഴിഞ്ഞെല്ലാം ഞാൻ ഇറങ്ങി. പക്ഷേ 6 മാസമായിട്ടും എനിക്ക് ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, നീ ഇപ്പം ഇങ്ങനെ കിട്ടിയെന്നും പറഞ്ഞൊരു സാക്ഷി എഴുത്, അങ്ങനെ നീ സാക്ഷി എഴുതാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ സാക്ഷി എഴുതി. ഞാൻ സാക്ഷി എഴുതിയെന്ന് വെച്ചാൽ ഡിസംബർ 27-ാം തീയതി എനിക്ക് കിട്ടണമെന്ന് ജോലിക്ക് കാരണം കയറി എന്ന് പറഞ്ഞാണ് ഞാൻ സാക്ഷി എഴുതിയത്. പക്ഷേ ഡിസംബർ 27 കഴിഞ്ഞു. പക്ഷേ ഞാൻ ജോയിനിങ് പറഞ്ഞത് ജനുവരി ആദ്യത്തെ ആഴ്ചയായിരുന്നു. എന്നാൽ ജോയിനിങ് പറയേണ്ട ദിവസം കിട്ടിയില്ല, പക്ഷേ പറയേണ്ട മാസം കിട്ടി. എൻ്റെ മെഡിക്കൽ ഇന്നലെ ആയിരുന്നു, ഇതായിരുന്നു എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഈ 2 പേപ്പറാണ് ഞാൻ എഴുതിയ 2 സാക്ഷ്യങ്ങൾ. നാളെ ഞാൻ എൻ്റെ ആദ്യത്തെ ഷിപ്പ് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. മാതാവിനും തിരുക്കുമാരനും ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വരിയിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും ഞാൻ പത്രമൊന്നും ഞാൻ അങ്ങനെ കൊണ്ട് കൊടുക്കാറില്ലായിരുന്നു, ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ പിന്നെ ഇപ്പം കിട്ടുന്ന പത്രമെല്ലാം ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അത് കൊടുത്ത് തീർത്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാറുള്ളായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യമേ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ കൂടുതലും പ്രാർത്ഥനയിലോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുമല്ല മിക്ക ഞായറാഴ്ചകളിലും മുടങ്ങാതെ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ നന്മകൾക്കും മാതാവിനും തിരുക്കുമാരനും കൂടെ. 28:15 ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നോട് പറഞ്ഞതൊക്കെയും നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടിയുകയില്ല. ബിബിൻ പീറ്റർ ബാബു എന്ന ഈ മകൻ തൻ്റെ മർച്ചൻ്റ് നേവി ഉദ്യോഗത്തിന് വേണ്ടി കുഞ്ഞുനാൾ മുതൽ കണ്ട സ്വപ്നം പൂവണിനതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക. മകൻ സൂചിപ്പിക്കുന്നുണ്ട്, മകന് 2-3 പരിമിതികളുള്ളപ്പോഴാണ് ഈ പരീക്ഷകളൊക്കെയും എഴുതുന്നത്. ഒന്ന്, ആദ്യത്തേത് പ്രായത്തിൻ്റെ പരിമിതി ഏജ് ഓവറാകുന്നതിൻ്റെ പരിമിതിയുണ്ട്. 2, പഠിച്ചതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ട് പലതും മറന്നുപോയി, അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടുമോ എന്നുള്ള നല്ല പ്രയാസവും ആകുലതയും മകന് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ അരികിൽ തൻ്റെ കഴിവിൻ്റെ പരിമിതികൾ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് വലിയ റാങ്ക് കിട്ടിയില്ലെങ്കിലും ആ ജയിച്ച് വരുന്ന രീതിയിൽ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് സഹോദരൻ ലഭിച്ച ആ നന്മകളും അനുഗ്രഹങ്ങളും കണ്ടുകൊണ്ട് വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. ഉടമ്പടി ജീവിതം ആദ്യം നന്നായി ജീവിച്ചില്ല എന്നും മകൻ്റെ വാക്കുകളിൽ ഒരു കുമ്പസാരം പോലെ ഏറ്റുപറയുന്നുണ്ട്. പലപ്പോഴും അമ്മയുടെ അരികിലേക്ക് വരുന്നത് തന്നെ അമ്മ നമ്മളെ കണ്ടറിഞ്ഞ് ആകർഷിച്ച് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നാം ഒരു നിയോഗം ഏൽപ്പിച്ചാൽ, നമ്മൾ അമ്മയെ വിട്ടുപോയാലും നമ്മൾ നിയോഗം മറന്നുപോയാലും അമ്മ പലപ്പോഴും ആ നിയോഗം നമുക്ക് അനുഗ്രഹമാക്കി ഈശോയിൽ നിന്ന് നേടിത്തരുന്നത് കാണുവാനാകും. പല സാക്ഷികളിൽ നമ്മളത് കേൾക്കുന്നുണ്ടാവും. നമ്മൾ ഉപേക്ഷിച്ച നിയോഗങ്ങൾ പിന്നീട് നമുക്ക് അനുഗ്രഹമായി അമ്മ നേടിത്തരുന്നത്. നമ്മൾ ഉടമ്പടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോഴും അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ കൊടുത്തിട്ട് പോയൊരു വിഷയത്തെ അമ്മ കൈവിടാതെ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിരികെ നേടുന്നത് നമുക്ക് കാണുവാനാവും. അതുതന്നെയാണ് മകൻ്റെ ജീവിതത്തിലും അനുഭവങ്ങളിലൂടെ അമ്മ കൈമാറുന്നത്. മകൻ എഴുതിയ പരീക്ഷയ്ക്ക് മകന് ആവശ്യമായ റാങ്ക് കൊടുത്തു.
മകൻ ഒരിടത്ത് നിന്ന് വിശ്വാസ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പോരുമ്പോൾ അവിടെ പഠിക്കുവാൻ മകന് അവസരങ്ങൾ ശരിയായി കിട്ടി. അതോടൊപ്പം തന്നെ മകനെ മെഡിക്കൽ ഫിറ്റ്നസ്സും മറ്റ് രേഖകളും എല്ലാം ശരിയായി ആ ജോലിയിലേക്ക് ചേരുവാൻ പറ്റുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ കണ്ടന്റ് തന്നെയാണ് മകനുള്ളത്. അവൻ്റെ സാധ്യതകളൊക്കെയും കഴിവിലുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി വലിയ കാരുണ്യത്തോടുകൂടി ജീവിതത്തെ മേൽഗതിയിലേക്ക് നയിക്കുവാൻ അവൻ്റെ ജീവിതത്തെ കൈപിടിച്ച് നടത്തിയതാണ് മകനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെയും, നമ്മൾ ഉടമ്പടിയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾ നമുക്ക് സ്വയമേവ സാധിക്കാത്തത് മാത്രമായിരിക്കണം. കാരണം ദൈവത്തിന് പരിപൂർണമായി നന്ദി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നൊരു വിഷയം നമ്മൾ നിയോഗമായി എഴുതുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കും. പഠിച്ചു നേടി, പണം കൊണ്ട് നേടി, കഴിവ് കൊണ്ട് നേടി എന്നൊക്കെ ഓരോ വിഷയത്തിനും നമ്മൾ അതതിൻ്റെതായ ചില ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് ദൈവത്തിന് കൊടുക്കുന്ന അംഗീകാരവും നന്ദിയും അത് കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും ജോസഫ് അച്ഛൻ പറയുക, നിങ്ങളൊരു നിയോഗം ഉടമ്പടിയിൽ എഴുതുമോ അത് മറ്റെല്ലാ വഴികളും അടഞ്ഞതായിരിക്കണം, മറ്റെല്ലാ സാധ്യതകളും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതായിരിക്കണം. ഒരു അനുഗ്രഹം ഉടമ്പടി പ്രകാരം കിട്ടിയിട്ട് അത് ദൈവത്തിനോട് നന്ദികേടായി തീരരുത്. ദൈവത്തിന് പരിപൂർണമായും അതിൻ്റെ അവകാശമുണ്ട്. നന്ദി കൊടുക്കുവാൻ നമ്മളെപ്പോഴും മടിക്കുകയും ചെയ്യരുതെന്ന് മകൻ എളിമയുള്ള മനസ്സോടെ ഈ അൾത്താരയിൽ സന്തോഷത്തോടെ സൂചിപ്പിക്കുക. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ നയിക്കുകയും ഞാൻ ഉടമ്പടിയിൽ അത്ര കണ്ടൊന്നും എല്ലാ കാര്യവും നന്നായി ചെയ്തില്ലെങ്കിലും ആയിരക്കണക്കിന് മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലം കൂടി ചേർന്ന് എൻ്റെ ജീവിത വിഷയത്തെ ഏറ്റെടുത്ത് എന്നെ സുരക്ഷിതനാക്കുകയും മേൽഗതിയിലേക്ക് അമ്മ നയിക്കുകയുമാണെന്ന് മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാലി സെബാസ്റ്റ്യൻ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തിരുമാറാടി ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മൂത്ത മകൾ സൗമ്യ. ഇത് ഹസ്ബൻഡ് ഫെബിൻ. ഇത് അമ്മ ഞങ്ങൾക്ക് തന്ന 2 കുഞ്ഞുങ്ങൾ. 7 വർഷമായിട്ട്, വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 2 തവണ പ്രഗ്നൻ്റ് ആയെങ്കിലും ഞങ്ങൾക്ക് അവർ നഷ്ടമാവുകയാണ്, കിട്ടിയില്ല. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് 2021 ഡിസംബർ 6-ാം തീയതി ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം, എനിക്കൊരു കൃപാസനം പത്രം എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സഹോദരി എനിക്ക് കൊണ്ടുതന്നിരുന്നു. ആ പത്രം വായിച്ച് അതുമുതൽ പത്രത്തിൽ വെച്ച് മാതാവിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. 2021 ഡിസംബർ 6-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി പ്രകാരം ഉടമ്പടത്തിൽ നിയമം വെച്ചിരുന്നു. അങ്ങനെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് 21 ഡിസംബർ 21-ാം തീയതി തന്നെ എൻ്റെ മോള് പ്രഗ്നൻ്റായി. 2 തവണ അത് പോയെങ്കിലും പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും നമുക്ക് ഫലമുണ്ടായില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു കുഞ്ഞിനെ കൂടെ തന്ന് അമ്മ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറേ സ്ഥലം കനാലിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു 7.5 സെൻറ്റ് സ്ഥലം പോയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ടും അതങ്ങനെ പൈസ കിട്ടാതെ കിടക്കുമായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഓഫീസിൽ ചെന്നപ്പം ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങളുടെ അദ്ദേഹം ഇരിക്കുന്ന മേശയ്ക്ക് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ നെയിൻ ബോർഡിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അമ്മ എത്രയും പെട്ടെന്ന് ഈ പൈസയൊന്ന് പാസ്സാക്കി കിട്ടുവാണെങ്കിൽ ഉള്ള കടങ്ങളൊക്കെ കുറച്ചൊന്ന് ആശ്വാസമായേനെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടാനുള്ള തുക മുഴുവൻ കിട്ടുകയും ഞങ്ങളുടെ കടബാധ്യതകൾക്ക് ഞങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഒരു വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും ഒരു മേലായിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനടക്കം കുടുംബത്തിലെല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച്, ആർക്ക് അസ്വസ്ഥത തോന്നുന്നു കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണേലും അത് മാറിക്കിട്ടുന്ന ഒരനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ, മാതാവ് ഈശോ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഞങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ ചെറുകിട വ്യവസായമാണ്. ഞങ്ങളുടെ ഫർണിച്ചറിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അവിടെ ഈ ഒരു സമയത്ത് കച്ചവടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു.
കുറവുള്ള സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പ് ഞങ്ങളുടെ കടകളിൽ കൊണ്ട് സൈഡിൽ കൂടെയൊക്കെ വിതറുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും തൈലം കൊണ്ട് കടയുടെ ഫ്രണ്ടിൽ കട്ടളപ്പടിയുടെ അവിടെ കുരിശ് വരയ്ക്കുകയും ചെയ്യും. കട്ടളപ്പടിയിലെ ഷട്ടറിൻ്റെ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഉപ്പ് കടയ്ക്ക് ചുറ്റുമിടും. അങ്ങനെ ഞങ്ങൾക്ക് കച്ചവടങ്ങളൊക്കെ അന്നേരത്തെ ആവശ്യത്തിന് നടക്കാനുള്ള കച്ചവടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മുറ്റത്തൊന്ന് തെറ്റി വീണായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത്. പലതവണ വീണിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ ഒരു സംരക്ഷണം മൂലം എനിക്ക് സംരക്ഷണം ഉള്ളത് കൊണ്ട് എനിക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അന്നത്തെ വീഴ്ചയെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായൊരു വീഴ്ചയായിരുന്നു. പെട്ടെന്ന് നടന്നു പോയപ്പോൾ കാല് സ്ലിപ്പായി തെറ്റിപ്പോയി. എടുത്തടിച്ചതുപോലെ ഞാൻ കാലെ പിടിച്ചലക്കുന്ന പോലെ ഇരുന്ന് എൻ്റെ വീഴ്ച. ആ വീഴ്ചയിൽ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം എൻ്റെ ഒരു വശത്തെ ആരാമാരിയെല്ലാം മുഴുവൻ ഒടിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. അത്ര വലിയ വീഴ്ചയായിരുന്നു. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ മാതാവേ, എൻ്റെ കൃപാസനമ്മേന്ന് ഞാനൊന്ന് വിളിച്ചു. എന്നെ കിടത്തല്ലേ എന്ന് പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ. അപ്പോൾ ഒരു വശം മുഴുവൻ വേദനയായിരുന്നു. എങ്കിലും ഞാൻ എഴുന്നേറ്റ് പിന്നെ ഒരാഴ്ചത്തേന് വേദന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പിന്നെ ഡോക്ടറെ അടുത്ത് പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആ ഒരു വശത്തെ ആരാമാർ മുഴുവൻ ഒടിഞ്ഞെന്ന് അത്രയും വീഴ്ചയായിരുന്നു. അമ്മയുടെ വലിയൊരു സംരക്ഷണമാണ് അവിടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വീട്ടിലാണേലും ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഇതുവരെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കില്ല. 2021 ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഡിസംബർ മാസം. ഇതുവരെ ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥന മുടക്കിയിട്ടില്ല. പിന്നെ എനിക്കൊരു ഇടയ്ക്കൊരു ഇച്ചിരി ഗ്യാപ്പ് വന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടായപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അതുപോലെ തന്നെ മോളുടെ വിസയ്ക്ക് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് പോകാനായിട്ട് ഇറ്റലിക്ക് പോകാനുള്ള വിസ ശരിയായി കിട്ടി. കഴിഞ്ഞ ദിവസമാണ്. അതിൻ്റെ ഫോട്ടോയുണ്ട് കയ്യിലേക്ക് വാങ്ങിച്ചില്ല, ഫോട്ടോയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തെ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും നേരത്തെ ഒരു പ്രാർത്ഥന ചുറ്റുപാടും അന്തരീക്ഷവും ഒക്കെ അപ്പാടെ മാറി കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെയും അതുപോലെ തന്നെ പള്ളിയിൽ പോകാനും ഞായറാഴ്ച ഒരിക്കലും മുടക്കിയല്ല. അല്ലാത്ത ദിവസങ്ങളിൽ ഇടദിവസങ്ങളെല്ലാം പറ്റുന്നിടത്തോളം ദിവസം പള്ളിയിൽ പോകുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ട് വളരെ നല്ലൊരു ഉയർച്ച ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് കുറേ സമയം ഒരു ഉച്ച കഴിയണ വരെ ഞാനിരുന്നു പ്രാർത്ഥിച്ച്. ഞങ്ങളുടെ കുടുംബസമേതം വരുന്നു. ഇവരിപ്പോൾ ഇല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും ഇളയ മോളുമായിരുന്നു വന്നുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട്. ഇപ്പോൾ മോള് ജോലിക്ക് പോയതുകൊണ്ട് എന്നും എല്ലാ മാസവും വരാൻ പറ്റിയില്ല. എന്നാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ മാസവും ഇവിടെ വരും. വന്ന് ഇവിടെ കുറേ നേരം അമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പത്രങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികളുടെ വാർഡിലും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ ഞങ്ങളുടെ ആ പരിസരത്തുമൊക്കെയുള്ള വീടുകൾ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വരെ ഞാൻ കാണിച്ചാണ് കൊടുക്കുക. എൻ്റെ രോഗസൗഖ്യങ്ങളൊക്കെ എനിക്ക് ഞാൻ 2 സാക്ഷ്യം ഇതിനു മുമ്പ് ഈ പരിശുദ്ധമായ ആൾക്കാരിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ അനാഥാലയത്തിൽ കഴിഞ്ഞ മാസം ഞാൻ ഒരു അനാഥാലയത്തിൽ പോയി. അവിടെ ഒരു 28ഓളം കണ്ട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എന്നെക്കൊണ്ടാവുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ കാപ്പിക്കുള്ളതും ചോറ് ഊണിനുള്ളതും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അതുപോലെ ഞങ്ങളാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും എല്ലാം എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസത്തിൽ ആരോടെങ്കിലും എനിക്ക് ഈ അമ്മയെപ്പറ്റി പറയാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനും എനിക്ക് അവസരങ്ങൾ ഒരുങ്ങാൻ ഒത്തിരി പേരോട് പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അമ്മയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടായിരിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. വീടില്ലാത്തവരും രോഗികളായിട്ടുള്ളവരും അങ്ങനെയൊക്കെ എന്നോട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അക്രൈസ്തവരായ
ആളുകൾക്ക്, രോഗികളായിട്ടുള്ള ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പം എനിക്കൊരു ഇച്ചിരി ഈ കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കൊരു ഇച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ കാശ് രൂപം, ഉപ്പ്, കൊന്ത, പ്രാർത്ഥന പുസ്തകം, അമ്മയുടെ പ്രതിഷ്ഠാനത്തിൻ്റെ പ്രാർത്ഥന പുസ്തകം, ഇതെല്ലാം എന്നാൽ പറ്റുന്ന പോലെ ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട്, ഓരോരുത്തർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഉപ്പ് കിട്ടിയപ്പോൾ ആ അമ്മയുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. അതിനൊരു മകള് സംസാരിക്കാൻ വയ്യാത്തതുണ്ട്, പിന്നെ ഒരാൾ ക്യാൻസറായിട്ട് കിടക്കുവാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇതും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥ, അതിൻ്റെ സന്തോഷം അതിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായാലും മറ്റുള്ളവരെ സഹായിക്കാനായാലും 2 ആഴ്ചയിൽ ഒരിക്കലും ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. പിന്നെ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളായിരുന്നു, പെട്ടെന്ന് ഞാൻ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികളൊക്കെ ഇനിയും അങ്ങോട്ട് എനിക്ക് പറ്റുന്നിടത്തോളം എൻ്റെ ജീവിതാവസാനം വരെ ഈ പരിശുദ്ധ അമ്മയിൽ, ഈശോയിൽ ഞാൻ വിശ്വാസത്തോട്, ആഴത്തിലുള്ള വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഈ മാതാവിൻ്റെ തിരുസനിൽ വെച്ച് പറയുകയാണ്. അതുപോലെ എൻ്റെ കുടുംബവും വളരെ, എൻ്റെ ഹസ്ബൻഡാണ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകണമെങ്കിലും അതുപോലെ എനിക്ക് എപ്പോൾ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മടിയും കൂടാതെ പള്ളിയിൽ കൃപാസന അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കിത്തെ കാര്യമുള്ളൂ. ഞങ്ങളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, പത്രം കൊണ്ട് ചെല്ലുമ്പോൾ 2-ാം തീയതി ഞാനിവിടെ വരും, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു സാഹചര്യം അനുകൂലമല്ലേ മാത്രമേ 3-ാം തീയതി ആയി പോകുള്ളൂ. ആ 2-ാം തീയതി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിക്കും ഞങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളോടേക്ക്, നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് 2-ാം തീയതി നോക്കിയിരിക്കുകയാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒത്തിരി കളിയാക്കലുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ പോകുന്നതിനെക്കുറിച്ച്, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ, ഇനിയിപ്പോൾ ഇതാണോ പണി, പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണോ ഇപ്പോഴത്തെ പണി, ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരാളെങ്കിലും വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്നേഹത്തോടു കൂടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കത് കളിയാക്കലൊന്നും എനിക്ക് വിഷയമല്ല. അപ്പം ഇനിയും എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് പറ്റുന്നിടത്തോളം, ഇവിടെ ഈ തിരുസേനയിൽ വരാൻ പറ്റുന്നിടത്തോളം വരെ ഞാനിവിടെ അമ്മയുടെ അടുത്ത് വരും. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും, ഫെബിക്ക്, ഇത് എൻ്റെ മരുമോനാണ്, ഫെബിക്ക് BP-യുടെ ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ പെട്ടെന്ന് BP കൂടും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. 2 പേരും നേഴ്സുമാരാണ് അപ്പോളോയിൽ, ബോംബെ അപ്പോളോയിൽ. അപ്പോൾ അങ്ങനെ വിഷമം ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഞങ്ങളിവിടെ, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മാതാവ് ഈ റിസൾട്ടൊക്കെ, ഓരോ ടെസ്റ്റിനൊക്കെ വിടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മാതാവ് റിസൾട്ടൊക്കെ നോർമലായി കിട്ടണം. ഈ കഴിഞ്ഞ മാസം അങ്ങനെ കൊച്ചിന് ഒത്തിരി കൂടുതലായിപ്പോയി. അപ്പം ഞാനിവിടെ പ്രാർത്ഥിച്ച്, ഞങ്ങളിവിടെ എല്ലാവരും പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവെ റിസൾട്ടുകളൊക്കെ നോർമലായി കിട്ടണം, ഒരു കുഴപ്പവും വരില്ലേന്ന്. മാതാവ് അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, എല്ലാ റിസൾട്ടും നോർമലായിട്ട് ഒക്കെ ഞങ്ങൾക്ക് രോഗസൗഖ്യം തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. എനിക്ക് കൂടുതലും പറയാനുള്ള ആന്തരികമായ ഒരു വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ടായി. പക്ഷേ എനിക്ക് ഒത്തിരി സഹനങ്ങൾ വരുന്നുണ്ട്, നമ്മളെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കലും അങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കിപ്പം വലിയ സങ്കടവും വിഷമവും തോന്നാറില്ല. എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയില്ല, മാതാവ് ഈശോയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പം. ഇതൊക്കെയാണ് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ദൈവ അനുഗ്രഹങ്ങൾ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. സങ്കീർത്തനം 16:8 ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർക്ക്, ഉടമ്പടി ജീവിതം നയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം എപ്പോഴും സമീപത്തുണ്ട്, കൺമുൻപിലുണ്ട് എന്ന ഒരു വിചാരമാണ്, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇവർക്ക് സമാധാനപരമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കൾക്ക് കുലുങ്ങേണ്ട ആവശ്യമില്ല. ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പിൽ നിന്ന് ആത്മീയ സ്ഥിരതയും ധൈര്യവും അവർക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിൽ കൂടെയാണ്. ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഓരോ കുലുക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് സാലി സെബാസ്റ്റ്യൻ എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. 7 വർഷം കുട്ടികളില്ലായിരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. പിന്നീട് 2ാമത്തെ കുഞ്ഞും. ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈ കുഞ്ഞിനെ നൽകിയ വിശ്വാസത്തോടെ നന്ദി പറയുവാനായിട്ടാണ് അമ്മയുടെ അരികിലേക്ക് വീണ്ടും വന്നത്. ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പല അനുഭവങ്ങളിൽ നമ്മൾ കേട്ടു.
ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ വിശ്വാസപൂർവ്വമാണ് ഇവർ ഉപയോഗിച്ചത്. എന്ത് രോഗം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അവിടെയെല്ലാം പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. പ്രത്യേകിച്ചും സ്ഥലം പോയപ്പോൾ, കനാലിന് വേണ്ടിയിട്ട് സർക്കാർ സ്ഥലം വാങ്ങിച്ചു പോയപ്പോൾ അതിൻ്റെ കാശ് കിട്ടാതിരുന്നപ്പോൾ വീണ്ടും അവർ വിശുദ്ധ തൈലം ഉപ്പ് ഉപയോഗിച്ചാണ് അവർ പ്രാർത്ഥിച്ചത്. അവിടെയും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഓഫീസിൽ ചെന്നപ്പോഴും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തു. ഇതെല്ലാം ഇവർ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കാരണം മാത്രമാണ്. പിന്നീട് വരുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഫർണിച്ചർ ഷോപ്പിൽ കച്ചവടം കുറവായിരുന്നു. അവിടെ നേർച്ച വസ്തുക്കളാണ് വീണ്ടും അവരുപയോഗിച്ച് പ്രാർത്ഥിച്ചത്. നിയോഗത്തിൽ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവർ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവ്വം അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നത്. അങ്ങനെ ആ ഫർണിച്ചർ ഷോപ്പിലെ കച്ചവടവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ഇവിടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് മാതാവും ഈശോയും സഹായിച്ചു. പിന്നീട് ഈശോയുടെ അമ്മയുടെ ഒരു സംരക്ഷണമാണ്. ഈ സഹോദരി വീണപ്പോൾ ഒരാഴ്ചയോളം നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് നല്ല വിശ്വാസത്തോടെ അമ്മ കാത്തുകൊള്ളും, ഈശോ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഉടമ്പടി വസ്തുക്കൾ വീണ്ടും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രശ്നവുമില്ലാന്ന് കണ്ടത്. ഇവിടെയാണ് നമ്മൾ പറയുന്ന സങ്കീർത്തനത്തിൽ, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളുണ്ട്, നാം കുലുങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ കുലുങ്ങയില്ല എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഇവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും കുട്ടികളില്ലാത്തപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ക്യാഷിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും ഇവരെ കുലുക്കിയില്ല, ഇവരെ കുലുങ്ങാൻ സമ്മതിച്ചില്ല. ഈശോയും അമ്മയും കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി എടുത്ത മക്കളാണ്, ഉടമ്പടി ജീവൻ നയിക്കുന്ന മക്കളാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പിന്നീട് ഇവർ വീണപ്പോഴും ഇവരെ സംരക്ഷിക്കുന്ന ഒരു ഈശോയും അമ്മയുമാണ് കൂടെയുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ വന്നേ പിന്നെയാണ് കുടുംബസഹിതം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചത്. പല പ്രശ്നങ്ങളുണ്ടായാലും കളിയാക്കലുണ്ടായാലും അതൊന്നും അവരെ ബാധിക്കില്ല, കുലുങ്ങുകയില്ല. എന്തുകൊണ്ട് പത്രം വിൽക്കുന്നു, പത്രം കൊണ്ടുപോകുന്നു, ഇത് പുതിയ ഡ്യൂട്ടിയാണോ, പുതിയ ജോലിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊന്നും ഇതിനൊന്നും ഒരു കുലുക്കമില്ല. കാരണം ഇവർ ഈശോയും അമ്മയെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാനും മറ്റുള്ളവരെ അറിഞ്ഞ് മറ്റുള്ളവർക്കും ആഴപ്പെടുത്താൻ, ആ സ്നേഹം കണ്ടറിയാനും അനുഭവിച്ചറിയാനും വിളിക്കുവാനായിട്ടാണ് ഈ പത്രം കൊടുക്കുന്നതെന്ന് അതിൻ്റെ കാരണം ഇവർക്കറിയാം. അതുകൊണ്ട് കളിയാക്കൽ ഇവർക്കൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഒന്നും കുലുങ്ങാൻ സമ്മതിക്കില്ല. ഇവരെ എന്ത് പ്രശ്നം വന്നാലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഇവർ ഈശോയും അമ്മയെ സഹായിക്കുന്നത്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നാണ് സങ്കീർത്തനം 16:8 പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും ആശ്രയിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സാഹചര്യങ്ങൾ മാറിയാലും നമ്മുടെ ഹൃദയം കുലുങ്ങാതെ ഈശോയും അമ്മയും നമ്മെ കാത്തു പരിപാലിക്കും, സംരക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കാം. സാലി സെബാസ്റ്റ്യൻ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു